ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. मसीह की नाम की महिमा हो। ഈ ദുഃഖ വെള്ളിയാഴ്ചയിൽ നമുക്കും കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തുവല്ലോ. ദൈവത്തിന് സ്തോത്രം. आज दुख की दिन ईसाई लोग मनाता है। यो पर्व के दिन हमारा मसीह की ओर आने के लिए प्रभु ने अवसर दी। इसी कारण में मैं मसीह को धन्यवाद देता हूँ। ഇംഗ്ലീഷില് ഈ ദിവസത്തെ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുമ്പോൾ മലയാളികള് ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയും. और अंग्रेजी भाषा में आज की दिन को अच्छे दिन, सफल दिन नाम दिया गया है, लेकिन हमारा मलयालियों ने मलयाल भाषा में दुख भरी और दिन दिया गया है। വാസ്തവത്തില് തന്റെ പുത്രനെ യാഗം കഴിക്കുന്നതിന് വേണ്ടി അർപ്പിച്ചതിലൂടെ പിതാവിനാണ് ദുഃഖം ഉണ്ടാകേണ്ടത്. सचमुच सच्चाई में अपना एकलौता पुत्र मसीह को क्रूस पर चढ़ाने की कारण यहोवा परमेश्वर को दुख होता है। നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വെള്ളിയാഴ്ച അത്ര. हमारे बारे में हम सोच समझेगा तो अच्छे दिन है। നാം തിരുവചനം വായിക്കുമ്പോൾ ആദി മാതാപിതാക്കളോട് ദൈവം പറഞ്ഞത്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും വരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. और उत्पत्ति नबी की पुस्तकों में यो वचन दिया है, एदन वाटिया में जितना वृक्ष है फल है, सारे वृक्ष की फल खा सकते हैं, लेकिन ये वाटिया की बीच में एक वृक्ष है, इसका फल खाना नहीं, छूना नहीं। പിതാവായ ദൈവം ആദാമിനോടും ഹവ്വയോടും പറഞ്ഞത്, അവിടെ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം എന്നത്രേ. पिता परमेश्वर ने जिनको योह बात कहा है, मृत्यु ना पाए, इसी कारण में तू क्या करने का है। ഏദൻ തോട്ടത്തിൽ മരണം ഉണ്ടായിരുന്നു. ഏദൻ ബഗീച്ച में मृत्यु था, എന്നാൽ ആ മരണം ആക്ടിവേറ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി അത്രേ അത് ആ വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുതെന്ന് ദൈവം കൽപ്പിച്ചത്. जो एदन वाटिया में मृत्यु होना नहीं, यही कारण में जो वृक्ष की फल ना खाए, ये बात यहोवा ने मनुष्य की ओर कहने लगा। പാപം എന്ന് പറയുന്നത് അനുസരണക്കേട് അല്ലെങ്കിൽ ദൈവത്തോട് മത്സരിക്കുക എന്നത്രേ അർത്ഥം. पाप यही है, आज्ञा को उल्लंघन करते हैं, आज्ञा ना मानते हैं, यही शिक्षा बात है। ഇന്നും ഈ ലോകത്തില് അനേകർ ദൈവത്തോട് മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. आज भी संसार में बहुत सारे लोग मसीह का विरोध में काम कर रहा है। ദൈവത്തെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുക എന്ന് പറയുന്നത് ദൈവത്തോട് മത്സരിക്കുക എന്നത്രേ അർത്ഥം. प्रभु ने हमारे लिए दिए हुए आज्ञा ना मानते हैं, आज्ञाकारी नहीं होता है, वो परमेश्वर की आज्ञा की उल्लंघन बात है। അവർ അനുസരണക്കേട് കാണിച്ചതിന്റെ ഫലമായിട്ട് മരണം ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു. और आज्ञा को उल्लंघन किया, इसी कारण में मृत्यु की शुरुआत वहां पर हुई है। എന്നാൽ അവർ ദൈവത്തിന്റെ ആലോചന മാറ്റിവെച്ചിട്ട് ശത്രുവായ പിശാച് പറഞ്ഞതുപോലെ നിങ്ങൾ മരിക്കുകയൊന്നുമില്ല എന്ന് പറഞ്ഞ ആ വാക്ക് ഏറ്റെടുത്തു. और उल्लंघन करे, आज्ञा ना मानेगा तो मृत्यु नहीं होएगा, ये बात शैतान ने अपनाया है। वो शब्द പിശാചിനെ കുറിച്ച് പറയുന്നത് കള്ളന്റെ അപ്പനും എന്നത്രേ. शैतान के बारे में वचन में यही शब्द दिया है, और झूठी बात कहने वाले और उनका पिताजी भी है। ഏദൻ തോട്ടത്തിലുണ്ടായിരുന്നതായ ആ മരണത്തെ തൊട്ടുണർത്തിയത് ആദി മാതാപിതാക്കൾ അത്രേ.
एदेन बगीचा में जो मृत्यु की बात हाथ छूते हुए अपनाया हुआ ये हमारा पुरखाओं ने है। അത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്നത്രേ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നത്. जो वृक्ष की मना किया हुआ वो वृक्ष की फल खाएगा तो मृत्यु जरूर है। അപായ സൂചന നൽകുന്നതായ ഒരു തലയോട്ടിയും 2 അസ്ഥി കഷണങ്ങളും അവിടെ ഇവിടെയായിട്ട് സ്ഥാപിച്ചിരിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. आजकल दिनों में हम देते हैं अनर्थ विपत्ति की सूचना है मनुष्य की सिर की जो खोपड़ी और 2 हड्डियां ऐसा लगाया वो छिन्न दिया देता है। അപകടകരമായ രീതിയിലുള്ളതായ വൈദ്യുതി പ്രവഹിക്കുന്നു, അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം എന്നത്രേ അത് കൊടുക്കുന്നതായ സൂചന. अनर्थ विपत्त आने की और विद्युत आते हैं वो ज्यादा से ज्यादा आते हैं, उसमें छुएगा तो मृत्यु जरूर है, ये बात की सूचना होता है। അതിൽ സ്പർശിക്കുകയാണെങ്കിൽ മരണം ഉറപ്പത്രേ. उसको हाथ लगेगा तो मृत्यु जरूर है। അതുപോലെ ഇവിടെ മരണകരമായിട്ടുള്ള മരണം അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു മുന്നറിയിപ്പ് കൊടുത്തു, നിങ്ങൾ പാപം ചെയ്യരുത് എന്ന്. इससे नहीं वहां पर एक सूचना यहोवा परमेश्वर ने दिया है, जो मृत्यु जरूर आएंगे तो छूना नहीं, वो बात उल्लंघन नहीं करना, ये बात की सूचना है। അങ്ങനെ ലോകത്തിൽ മരണം പ്രവേശിച്ചു. ऐसे प्रभु की आज्ञा उल्लंघन किया, इसी कारण में मृत्यु संसार में आया है। അത് ഭൗതികമായ മരണം മാത്രമല്ല, ആത്മീയമായിട്ടുള്ളതായ ദൈവത്തിൽ നിന്നും എന്നേക്കുമായിട്ടുള്ളതായ സെപ്പറേഷനും കൂടിയായിരുന്നു. और ये मृत्यु हमारा शारीरिक तौर पर भी मृत्यु केवल हो नहीं और परमेश्वर की महिमा से रहित होने का कारण भी वहां पर होगा है। അപ്പോൾ എന്താണ് പരിഹാര മാർഗം? उसको यार बदलाहट, इसका परिहार की क्या काम होना चाहिए? പാപം ഇല്ലാത്തതായ ഒരു മനുഷ്യൻ മരിക്കേണ്ടിയിരിക്കുന്നു. पाप बिना जाते हैं एक व्यक्ति मृत्यु पाना चाहिए। അങ്ങനെ ഭൂലോകത്തിൽ ഒരു മനുഷ്യനുമില്ല. ऐसा वाला दुनिया में आज तक कोई किसी भी है नहीं है। അതുകൊണ്ട് ദൈവം വിചാരിച്ചു, ഞാൻ തന്നെ മനുഷ്യ വേഷം എടുത്ത് ഈ ഭൂമിയിലേക്ക് കടന്നു ചെന്ന് ഇവരുടെ പാപത്തിന് വേണ്ടി മരിക്കാം എന്ന്. और इसी कारण में यहोवा परमेश्वर ने मन में यही निर्णय दी, वो ही भूमि पर आएंगे, मानव जाति की मृत्यु में से उनको बचाने के लिए मैं अपने आप को त्याग कर मैं खुद जाएंगे भूमि पर। അത് മനുഷ്യർ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ അത് ദൈവപുത്രനായ ക്രിസ്തുവും ജഡരക്തങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഇടയിൽ പാർത്തു. मानव जाति मनुष्य के शरीर की अभिलाषाओं में जन्म पाते हैं, वही मनुष्य को बचाने के लिए यीशु मसीह भी और शारीरिक तौर पर जन्मा है। അങ്ങനെ യേശു മനുഷ്യനായി ഭൂമിയിൽ പിറന്നു. ऐसे प्रकार यीशु मसीह शारीरिक रूपी पर भूमि पर आया है। അവൻ മുറിവേൽക്കപ്പെടുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുത്തു. अपने आप को घाव भरने के लिए मनुष्यों के हाथों में समर्पण दी है। പാപപരിഹാരത്തിന് ഒരു യാഗമായി തീരുവാനത്രേ യേശു ഈ ഭൂമിയിൽ അവതരിച്ചത്. हम किए हुए करते हुए पाप की अपराध की गुनाह की बदले और मसीह ने संसार में जन्म लिया है। യേശു ക്രിസ്തുവും തന്റെ ദൗത്യം നിർവഹിച്ചതിന് ശേഷം അവസാനമായിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, എല്ലാം നിവൃത്തിയായി എന്ന്. यीशु मसीह संसार में आया, पिता परमेश्वर ने अपना मन में योजना बनाया, वो योजना के आधार पर भूमि की सेवकाई समाप्त करते हुए सलीब क्रूस पर अपने आप को त्याग करने का, जीवन त्याग करने का समय मसीह ने कहा सब कुछ समाप्त हो गया है।
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. यूहन्ना की सुसमाचार 19वां अध्याय 21वां पद से लेकर हम यो वचन वहां पर पाया जाता है। അതിന്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞ ഒരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേൽ ആക്കി അവന്റെ വായോട് അടുപ്പിച്ചു. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ആ വാക്യം ഒന്നോടൊന്ന് പറഞ്ഞേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28 മുതൽ 30 വരെ. वहां पर यूहन्ना की सुसमाचार 19वां अध्याय 28वां पद से लेकर यही बात दी। इसके बाद यीशु ने यह जानकर कि अब सब कुछ पूरा हो चुका, इसलिए कि पवित्र शास्त्र में जो कहा गया वह पूरा हो, कहा मैं प्यासा हूं। वहां सिरके से भरे हुए एक बर्तन रखा था। अंदर उन्होंने सिरके से भिगे एक स्पांग को जूफे पर रखकर उसके मुंह से लगाया। जब यीशु ने वह सिरका लिया तो कहा पूरा हुआ, और सिर झुकाकर प्राण त्याग दिया। യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു. यीशु ने जो उनका दिया हुआ सिरके पीते हुए कहा सब कुछ समाप्त हो गया है। ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് രക്തം വാർന്ന് ക്ഷീണിതനായി വളരെ പരവശനായ ഒരു വ്യക്തിയുടേതായ വാക്കുകളല്ല. ये शब्द हम ये बात जान ले, जो शरीर से लोह बहा बहा कर थके बांधे हुए एक व्यक्ति की मृत्यु की शब्द नहीं है, और ईश्वरी के शब्द वहां पर होता है। യുദ്ധത്തിൽ ശത്രുവിനെ പരാജയപ്പെടുത്തിയതിനു ശേഷം ജയിച്ച സൈന്യാധിപൻ പറയുന്നത് പോലെ അത്രേ ഇവിടെ യേശു പ്രഖ്യാപിച്ചത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. और युद्ध में एक सेना ने लड़ाई कर कर युद्ध विजय करके उनका मृत्यु होता है। इसी नहीं यीशु मसीह भूमि पर आया और उनका कार्य पूरा हो गया। तब क्रूस पर मसीह कहते हैं सब कुछ पूरा हो गया है। മനുഷ്യന്റെ ആജീവനാന്ത ശത്രുവായിട്ടുള്ളതായ സാത്താനെയും യേശു ക്രൂശിൽ തകർത്തതിനു ശേഷം യേശു പ്രഖ്യാപിച്ചതത്രേ ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. भूमि पर यही काम पूरा करके जिंदगी मसीह के हाथ में, यहोवा परमेश्वर के हाथ में दिया देता है। उसकी अंत में यही का शब्द दिया सब कुछ पूरा हुआ है। യുദ്ധത്തിൽ വിജയാളിയായി തീർന്നതായ ഒരു സൈന്യാധിപന്റേതായ ഉറക്കെയുള്ളതായ ഒരു ജയഫേരിയത്രേ, അത് ജയത്തിൻ്റെതായ ഒരു ആരവമത്രേ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. युद्ध के लिए लोग जाते हैं, एक सेना ने उसका विजुद्ध सही रीति पर काम करके समाप्त कर मृत्यु के पहले एक शब्द दिया देता है। वही शब्द मसीह ने यहाँ पर दी गई है। വളരെ ദുർബലമായ വാക്കുകളല്ല, മറിച്ച് വളരെ ശക്തിയേറിയതായ വാക്കുകൾ അത്രേ യേശു പ്രഖ്യാപിച്ചത്. और दुर्बल शब्द नहीं, और यहोवा परमेश्वर ने विजय की झंडा की शब्द दी गई है। യേശു പറഞ്ഞത് അത് എല്ലാം പൂർത്തിയായി എന്നത്രേ. यीशु मसीह ने यही शब्द दी सब कुछ समाप्त हो गया है। യേശു ഇവിടെ വന്നത് പിശാചിന്റെ അടിമത്തത്തിൽ പാപത്തിൽ കഴിയുന്നതായ മാനവജാതിയെ അതിൽ നിന്നും വിടുവിക്കുന്നതിന് വേണ്ടി അത്രേ. यीशु मसीह ने पृथ्वी पर आया
शैतान के गुलाम में गुलाम होकर रहने वाले मानव जातियों को आजादी देने के लिए स्वर्ग त्याग कर कर भूमि पर आया है। പാപം ചെയ്ത് ജീവിക്കുന്നതായ വ്യക്തികൾ, ദൈവത്തോട് മത്സരിച്ച് ജീവിക്കുന്ന എല്ലാ വ്യക്തികളും തന്നെ അവർ സാത്താന്റെ അടിമകളത്രേ. शैतान ने दिया देता है जो आज्ञा मानकर आज्ञाकारी होकर जीवन बिताने वाले मानव जाति, जो मानव जाति शैतान के गुलाम में रहते हैं, ഈ ജനത്തെ പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും വിമോചിപ്പിക്കുന്നതിന് വേണ്ടി കർത്താവ് അതിനുള്ളതായ കാര്യമത്രേ കാൽവരി ക്രൂശിൽ ചെയ്തത്. और ये गुलामी में रहने वाले मानव जातियों को गुलाम से रक्षा देने के लिए आकाश की महिमा छोड़कर पृथ्वी पर आया हुआ व्यक्ति है यीशु मसीह। 6 മണിക്കൂർ ക്രൂശിൽ രക്തം വാർന്നുകൊണ്ട് കിടന്നതായ ഒരു വ്യക്തി അത്രേ യേശു ക്രിസ്തു. यीशु मसीह क्रूस पर 6 घंटा लोहू बहाकर क्रूस पर थे, जो एक व्यक्ति है यीशु मसीह। ശരിയായ രീതിയിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുള്ളതായ അവസ്ഥ. सीधा साधा श्वास उच्छ्वास करने के लिए मुश्किल पड़ते हैं यही अवस्थाओं में। അങ്ങനെ ശ്വാസോച്ഛ്വാസം ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലായി തീരുമ്പോഴത്രേ ക്രൂശിക്കപ്പെടുന്ന ആളുകൾ മരിക്കുന്നത്. श्वास लेना छोड़ना ऐसा वो इतिहास वहां पर होता है, तब ही मृत्यु पा जाता है। യേശു കാൽവരി ക്രൂശിൽ വളരെ സുബോധത്തോടു കൂടി അത്രേ കിടന്നത്. यीशु मसीह काल्वरी क्रूस पर अच्छे रीति पर और ध्यान मन और ऐसे जीवन के साथ वहां पर लड़ाया है। തന്റെ ക്രൂശ് മരണം അവസാനിക്കാറായപ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞു, എല്ലാം പൂർത്തിയായി എന്ന്. उनका मृत्यु के समय के पहले यीशु ने ऐसी शब्द दी, सब कुछ समाप्त हो गई है। ഗ്രീക്ക് ഭാഷയിൽ അതിന് പറയുന്നത് ടെറ്റലസ്റ്റായി എന്നത്രേ. और ग्रीक शब्द जेटलटाई नाम दिया गया है। അതിന്റെ അർത്ഥം എല്ലാം നിവൃത്തിയായി എന്നത്രേ. इसके मतलब यही है, सब कुछ पूरा हो गया है। അതെ, ഇനി കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിത്യ ജീവനുണ്ട്, പിതാവിന്റെ സന്നിധിയിൽ ധൈര്യത്തോടുകൂടി കടന്നു ചെല്ലുവാൻ കഴിയും. पिता परमेश्वर की ओर जाने के लिए मना था, लेकिन यीशु मसीह के क्रूसारोहण के कारण यहोवा परमेश्वर की ओर तक जाने के लिए रास्ता खोल कर दी है। യേശു തന്റെ അവസാനത്തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഒഴുക്കി തന്നതുകൊണ്ട് പാപത്തിന്റെ ശിക്ഷ, ആ പെനാൽറ്റി യേശു കൊടുക്കുകയുണ്ടായി. यीशु मसीह ने अंतिम आखिरी बूंद तक लोहू हमारे लिए बहाकर हम उठाना पाप अपराध को अपने आप के कंधे पर उठाकर जिंदगी समाप्त किया है। കഠിനമായിട്ടുള്ള വേദന അനുഭവിച്ചുകൊണ്ട് പ്രാണവേദന അനുഭവിച്ചതായ യേശു ക്രിസ്തു ആ കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് ചില വചനങ്ങൾ പറയുകയുണ്ടായി. अति कठिन वेदनाओं में यीशु मसीह ने काल्वरी क्रूस पर और अपना जिंदगी त्याग करते हुए और मानव जातियों के लिए वो जीवन दी है। അങ്ങനെ ആ അവസ്ഥയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതായ കാര്യം അത്രേ. यही हाल में बातचीत करना बहुत कष्ट है, कठिन है। എന്നാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചോളം ദൈവശക്തി തന്നിൽ ഉണ്ടായിരുന്നത് കൊണ്ട് താൻ സുബോധത്തോടു കൂടി അത്രയും ആ ക്രൂശ് മരണത്തെ നേരിട്ടത്. यीशु मसीह मानव जातियों के उद्धार के लिए आया, अपने आप त्याग करने के लिए आया। इसी कारण में जो दुख हो, कष्ट हो, शोक हो, अपने शरीर पर सहज लिया है। ആ സന്ദർഭത്തിലും യേശു പിതാവായ ദൈവത്തോട് തന്നെ ക്രൂശിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയത്രേ ചെയ്തത്. जो वही किया हुआ समय भी और ये कष्ट सहने का समय भी मानव जातियों के लिए मसीह ने
और प्रार्थना किया करता है। ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ചു. मसीह को क्रूस पर न पीड़ा दिया, वो दिए वालों के लिए भी मसीह प्रार्थना करते हैं, यहोवा उनको माफी दे। വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന് നാം ക്ഷമിക്കുന്നവരായിരിക്കണം. हमारा ईसा यीशु मसीह के विश्वास में आगे जाते हैं, हम समझने वाला होना चाहिए। യേശു അത് മാതൃകയായിട്ട് നമുക്ക് വേണ്ടി കാണിച്ചു തന്നു. यीशु मसीह एक नमूना होकर हमारे लिए किया, करके दिखाया। ഈ 70 വട്ടം ക്ഷമിക്കണമെന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. 7 समय हम क्षमा देने के लिए मसीह ने सिखाया। അനേകം വ്യക്തികള് നിത്യനാശത്തിലേക്ക് പോകുന്നത് ഈ ഒരു കൽപ്പന അനുസരിക്കാത്തത് കൊണ്ടത്രേ. अनेकों ने नाश की विनाश के गड्ढे में जाते हैं, ये मसीह का आज्ञा नहीं जानता है, इसी कारण में। ഉദാഹരണമായിട്ട് ചില ആളുകള് രോഗികളായി കിടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. वो नमूना बताता है, कई लोग बीमार की हाल में बिछौनी पर है। അവർ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ തയ്യാറാകുമ്പോൾ അവർക്ക് രോഗത്തിൽ നിന്ന് വിടുതൽ സംഭവിക്കാറുണ്ട്. वो रोग और विरोधी होता है, उनका गुनाह को माफी देता है, तब कई लोगों को चंगाई मिलता है। നാം ക്ഷമിക്കാതെ കഠിന ഹൃദയത്തോടുകൂടി ഇരിക്കുകയാണെങ്കിൽ പിശാച് നമ്മുടെ ജീവിതത്തിൽ അത് ഒരു പിശാചിന്റെ ഒരു സ്ട്രോങ് ഹോൾഡായിട്ട് അത്രേ കാണുവാൻ കഴിയുന്നത്. हमारा जिंदगी औरों के साथ क्षमा नहीं मांगेगा तो और हमारा जिंदगी बर्बाद होता है। അതിന് നിമിത്തം നമ്മുടെ പലവിധമായിട്ടുള്ള നന്മകൾ മുടങ്ങുക മാത്രമല്ല നിത്യ ജീവനും നമുക്ക് നഷ്ടപ്പെടും. कई प्रकार की फल हमको लाने का है, मिलने का है, जो भी हमारे में से नष्ट हो जाता है। രണ്ടാമത് യേശുക്രിസ്തു ക്രൂശിൽ കിടന്ന് സംസാരിച്ചതായ ഒരു വചനം എന്ന് പറയുന്നത് അവിടെ കിടന്നതായ ഒരു കള്ളന് കൊടുത്തതായ ആശ്വാസം ഉറപ്പത്രേ. दूसरा क्रूस पर चढ़ाया हुआ मसीह ने दूसरा शब्द दी, और यीशु मसीह के दाहिने और बाई में 2 डाकुओं को चढ़ाया, उसमें एक डाकू को मसीह ने मुक्ति दिया है। ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിലും അവൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായിട്ട് യേശു ദൈവപുത്രൻ എന്ന് അവൻ അംഗീകരിച്ചു. और इतने कष्ट सहने का ही समय भी एक डाकू ने यीशु को अपनाया और यीशु को स्वीकार किया है। അവൻ മുൻപ് അതെ സ്നാനം ഏൽക്കുകയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തതായ ഒരുത്തനത്ര ഈ കള്ളൻ. ये डाकू है यीशु का साथ क्रूस पर चढ़ाया हुआ डाकू, मन फिराया और बपतिस्मा लिया है नहीं, ऐसी एक चोर है यीशु का साथ चढ़ाया हुआ व्यक्ति। എന്നാൽ ആ പ്രതികൂല സാഹചര്യത്തിലും താൻ ഒരു തിരിച്ചറിവ് തനിക്ക് ഉണ്ടാകുകയും ക്രിസ്തുവിനോട് അത് പ്രാർത്ഥിച്ച് അവസരം മുതലാക്കുകയും ചെയ്യത്ര ചെയ്യുന്നത്. ये क्रूस पर दे उसी समय भी और माफी मांगा, यीशु इनको माफी दिया, ये हाल हमको वहां पर पाया जाता है। യേശുവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്നത്രേ അവൻ ആവശ്യപ്പെട്ടത്. ये चोर ने, ये डाकू ने मसीह को यही शब्द दिया, तू राज्य करने के लिए वापस आएंगे तब मेरा नाम भी वहां पर स्मरण करना। യേശു അവന് ഒരു ഉറപ്പ് കൊടുത്ത് ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിൽ ഇരിക്കും എന്ന്. यीशु निर्णय की शब्द उनको दिया, आज तू मेरा साथ परदीसा में बढ़ जाएंगे। അവനോട് യേശു പറഞ്ഞത് ഇങ്ങനെ എത്രേ, വാ എന്നോട് കൂടി പരദീസയിലേക്ക് വാ എന്നത്രേ. यीशु ने उन्हें ऐसी शब्द दी, तू आओ मेरा साथ परदीसा में बढ़ने के लिए। വീണ്ടും യേശു ക്രിസ്തുവിൻ്റെതായ മറ്റൊരു വാക്ക് എന്ന് പറയുന്നത് അവന്റെ അമ്മയെ ആശ്വസിപ്പിക്കുന്നതായ വാർത്ത അത്രേ. और तीसरी शब्द है ही है,
इनकी मां को दिलासा देता है और आश्वासन कर देते हैं शब्द है। തന്റെ അഭാവത്തില് തന്റെ മാതാവിനുണ്ടാകുന്നതായ അതികഠിനമായിട്ടുള്ളതായ ആ വേദന, ദുഃഖത്തെക്കുറിച്ച് യേശു ബോധവാനായിരുന്നു. और यीशु बेटा मृत्यु पाया जाता है जो देखते हुए माने इतनी वेदना भरी हुई समय मसीह की शब्द मां को इतनी तसली हुई है। തന്റെ മാതാവിന്റെ സംരക്ഷണ ഏറ്റെടുക്കുന്നതിന് വേണ്ടി താൻ ഏറ്റവും പ്രിയപ്പെട്ടതായ യോഹന്നാൻ എന്ന അപ്പോസ്തലനെ ചുമതലപ്പെടുത്തി അത്രേ ചെയ്തത്. और मसीह की मां को संभालने के लिए मसीह का इतना प्रिय शिष्य यूहन्ना को वो मां को समर्पण दी है। തുടർന്ന് യേശു പറഞ്ഞതായ മറ്റൊരു വാക്ക് എന്ന് പറയുന്നത് താൻ ക്രൂശിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരിക്കുന്നു എന്നത്രേ. और चौथी शब्द यही है, क्रूस पर मैं अपने आप को त्याग की है। ഏലി ഏലി ശമ്മാ ശബക്താനി എന്നത്രേ യേശു ഉരുവിട്ടത്. इसका शब्द थी एली एली लम्मा शबक्तानी, ये आवाज शब्द दी है। എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? मेरा परमेश्वर तूने मुझे क्यों त्याग की है? യേശു ക്രിസ്തു മനുഷ്യരുടെ സകല ലോകത്തിന്റെ പാപത്തെ ചുമന്നുകൊണ്ട് ആ ക്രൂശിന്മേൽ കിടക്കുന്നത് ദൈവത്തിന്റെ ക്രോധത്തിൻ്റെതായ ആ കയ്പ് കാടി കുടിക്കുന്നത് അത് കാണുന്നതിന് പിതാവിന് പോലും മനസ്സുണ്ടായില്ല. और यहोवा परमेश्वर ने देखा उन्हें पुत्र यीशु मसीह ने जो दिया हुआ सरकार भी पीते हैं, इतने कष्ट सहते हैं, फिर भी यहोवा परमेश्वर ने उनका मुंह मोड़ दिया है। ദേശത്തെങ്ങും ഇരുട്ട് വ്യാപിച്ചു. संसार पूरा अंधेरा फैल गई है। പിന്നെയും യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞത് എനിക്ക് ദാഹിക്കുന്നു എന്നത്രേ. फिर भी मसीह ने क्रूस पर लड़का कर कहता है मुझे प्यासा है। തന്റെ ശരീരത്തിലൂടെ രക്തം ധാരതയായി ഒഴുകി പോയപ്പോൾ തനിക്ക് ദാഹിച്ചു. उनका शरीर से इतने लोहू बहा कर शरीर निर्मल हो गया, तब कहता है मुझे प्यास लगी है। നശിച്ചു പോകുന്ന മാനവജാതിയെ കുറിച്ചുള്ളതായ അടങ്ങാത്ത ഒരു ദാഹവും യേശുവിനുണ്ടായിരുന്നു. निराशा में विनाश में जाते हुए मानव जाति के बारे में मसीह को बड़ा प्यास लगी है। പിന്നീട് യേശു പറഞ്ഞത് സകലവും നിവൃത്തിയായി എന്നത്രേ. ये शब्द देते हुए मसीह ने कहा सब कुछ समाप्त हो गया है। അവസാനമായിട്ട് യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് ചെയ്തത് തന്റെ തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. और आगे आत्मा को यहोवा परमेश्वर की उनका पिताजी के हाथों में समर्पण देते हुए अपने कंधे पर उनका सिर झुकाया है। അതീവ ദുഃഖത്തിലും വേദനയിലും പ്രാണവേദനയിലുമായിരുന്ന യേശു ക്രിസ്തു അവസാനത്തോളവും ബോധമുള്ളവനായിരുന്നു. यीशु मसीह को क्रूस पर चढ़ाया, अंतिम जीवन जाने समय तक इतनी और मन लगाकर उनका हृदय की गहराई को कहने वाले हो गया था। കാൽവരി ക്രൂശിൽ നാം കാണുന്നതായ യേശു ക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാവിന്റെ പ്രവചനം 53-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. कालवरी क्रूस पर और यीशु मसीह के बारे में, कष्ट शोक के बारे में यशायाह नबी की पुस्तक 53 अध्याय में हम पाया जाता है। 53-ന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞങ്ങൾ കൽപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. यशायाह नबी की पुस्तक 53 अध्याय पहले पद में यही शब्द दी, जो समाचार हमें दिया गया उसका किसने विश्वास किया और यहोवा का भुजबल किस पर प्रकट हुआ। യഹോവയുടെ ഭുജം എന്ന് പറയുന്ന ആം ഓഫ് ദ ലോർഡ്, അത് യേശു ക്രിസ്തുവിനെ കുറിച്ച് അത്രേ പറഞ്ഞിരിക്കുന്നത്. यहोवा का भुजबल किस पर है, इसकी मतलब मसीह के बारे में कहा है।
എന്നാൽ അതിന്റെ 10-ാം വാക്യം, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയും അവന് കഷ്ടം വരുത്തിയും അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നു. इसका 10वां पद में दिया है, तो भी यहोवा को यहोवा भाया कि उसे कुचले, उसने उसको रोगी कर दिया। जब वह अपना प्राण दोष बलि करे तब वह अपना वंश देखने पाएगा, वह बहुत दिन जीवित रहेगा, उसके हाथ से यहोवा की इच्छा पूरी हो जाएगी। യേശുക്രിസ്തുവിനെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ അരുളി ചെയ്തത്, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടവനായി തീർന്നു എന്നത്രേ. सालों सालों से पीछे यहोवा परमेश्वर ने यशायाह की नबी की तरफ से लिखने दी, और मनुष्यों ने यहोवा ने त्याग किया हुआ मसीह के बारे में। യേശു ത്യജിക്കപ്പെട്ടവനും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു എന്ന്. और यहोवा ने यही वचन दिया है, उसने उसको रोगी कर दिया, जब वह अपना प्राण दोष बलि करे तब वह अपना भविष्य देखे पाएंगे। യേശു ക്രൂശിൽ കഴിയുന്ന ആ സമയങ്ങളിലൊക്കെയും നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളും രോഗങ്ങളും വേദനകളും താൻ വഹിച്ചിരുന്നു. यीशु मसीह क्रूस पर थे उसी समय में, और आप सारे मानव जातियों की अपराध रोग कष्ट सब कुछ उनका हाथ में थे। യേശു നമ്മുടെ വേദനകളെയും രോഗങ്ങളെയും കാൽവരി ക്രൂശിൽ വഹിച്ചു. यीशु मसीह हमारा बीमार, हमारा रोग, हमारा वेदना सब कुछ कालवरी क्रूस पर उठाया है। യേശുക്രിസ്തുവിന്റെ ശരീരത്തിലുണ്ടായതായ മുറിവുകൾ നിമിത്തമുണ്ടായതായ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. और भविष्यवक्ता ने यही शब्द दिया, यीशु मसीह का कोड़े मारा और उनका शरीर में मारने की वजह से काम भरी, वहां से निकला हुआ लोगों के कारण हमारे में मसीह ने चंगाई दी है। നമ്മുടെ എല്ലാവരുടെയും അകൃത്യം യേശുവിന്റെ മേൽ ചുമത്തി. हमारा सबकी अपराध वेदना यीशु मसीह के ऊपर डाल दिया है यहोवा परमेश्वर। ഈ യേശുക്രിസ്തുവിനെ ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും ശ്രമിച്ചു. यीशु मसीह को सत्यानाश करने के लिए महायाजक, फरीसियों और शास्त्रियों ने अवसर उठाया। യേശുവിനെ വകവരുത്തുന്നതിന് വേണ്ടി, അതോടുകൂടി യേശുവിന്റെ രാജ്യവും പ്രസംഗവും എല്ലാം നിൽക്കുമല്ലോ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് യേശുവിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അത്രേ ക്രൂശിക്കപ്പെടുന്നതിന് ഏൽപ്പിച്ചു കൊടുത്തത്. और महायाजक ने ये बात मन में लगा, यीशु मसीह को नाश करेगा तो उनका इतिहास यहाँ पर पूरा हो जाएगा, ये सोच विचार की है। എന്നാൽ അവർ വിചാരിച്ചതുപോലെയല്ല. അവർ യേശുവിനെ കാൽവരി ക്രൂശിൽ ക്രൂശിച്ചു കൊന്നു എങ്കിലും അത് ക്രിസ്തുവിലൂടെയുള്ളതായ ദൈവപ്രവൃത്തി ആർക്കും ഇന്നേ വരെ തടയുവാൻ കഴിഞ്ഞിട്ടില്ല. यीशु मसीह को सताने के लिए वो लोगों को हो सका, लेकिन कालवरी क्रूस पर से हमें दिया हुआ आजादी और योग बीमार से हटाना, हर पाप की क्षमा समाप्त करने के लिए कोई किसी को हो नहीं सका। ക്രിസ്തുവിലൂടെയുള്ളതായ രക്ഷ ഇന്ന് ലോകത്തെമ്പാടും വചനം പ്രസംഗിക്കുമ്പോൾ അത് ജനത്തിന് പ്രയോജനകരമായി തീരുന്നു. यीशु मसीह के द्वारा उद्धार आजकल दिनों में दुनिया के कोने कोने तक ये उद्धार काम चल रहा है। അത് ഇന്നും ക്രൂശിലൂടെയുള്ളതായ വിടുതൽ ജനം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. आज भी क्रूस के द्वारा छुटकारा है, आज भी चल रहा है। ഈ ക്രൂശ് മരണം സാക്ഷ്യം വഹിച്ചതായ ഒരു ശതാധിപൻ, റോമൻ പട്ടാളത്തിലെ ഒരു ശതാധിപൻ തന്നെ ഇങ്ങനെ പറഞ്ഞു, സത്യമായിട്ടും ഇവൻ ദൈവപുത്രനായിരുന്നു എന്ന്.
वो और यीशु मसीह की क्रूस पर चढ़ाने की समय वहां पर था, ये सेना एक व्यक्ति ने यीशु को मृत्यु देखते हुए वो ही कहा, सचमुच ये ही ईश्वर है। അയാൾക്ക് ദൈവവചനമൊന്നും അറിയത്തില്ല, പാരമ്പര്യമൊന്നുമില്ല, യഹൂദ പാരമ്പര്യമൊന്നുമില്ല. എങ്കിലും ആ മനുഷ്യൻ ഇതെല്ലാം വിലയിരുത്തുകയത്ര ചെയ്യുന്നത് വാസ്തവമായിട്ട് ഇത് ദൈവപുത്രൻ ആയിരുന്നു എന്ന്. ये सेनाओं की अधिपति यीशु को क्रूस पर चढ़ाया, देखा वहां पर की मृत्यु, आश्चर्य काम सब कुछ देखा, और वो व्यक्ति को और यहूदियों की कानून नहीं मालूम है, उसका कुछ बात नहीं है, फिर भी वो देखते हुए, ये हाल देखते हुए उन्होंने कहने लगा, ये सचमुच यहोवा परमेश्वर का पुत्र मसीह है। പാപം ചെയ്യാത്തവനായ നിരപരാധിയായ യേശു ക്രിസ്തുവിനെ ക്രൂരമായിട്ട് ക്രൂശിക്കുന്നതായ കാഴ്ച കണ്ടതായ അനേകം സ്ത്രീകളും പുരുഷന്മാരും അവിടെ ഉണ്ടായിരുന്നു. वो पाप नहीं किया, गुनाह नहीं किया, अपराध नहीं किया, वो यीशु को क्रूस पर चढ़ाकर ये वो सहजे हुए सब बात देखते हुए खड़ा है। जो औरतों ने, स्त्रियों ने, वही भी मसीह को देखते हुए उनका मन में तसली हुई है। അതെ, ആ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് നിന്നും ആ സ്ത്രീകൾ മാറത്തടിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് അത്രേ അവർ വീട്ടിലേക്ക് പോയത്. ये क्रूस पर चढ़ा हुआ ये देखते हुए स्त्रियों ने अपना अपना छाती पीट कर और उन्होंने रो रो कर वहां से अपने घर की ओर विदाया है। അവരൊക്കെയും പിന്നത്തേതില് ആദിമ ക്രൈസ്തവ സഭയിലെ വിശ്വാസികളായി തീർന്നു. वही स्त्रियों ने यीशु मसीह की नया नियम की वाचा की मंडली बनाया, वो प्रथम समय की सदस्य थे। യേശു ക്രൂശിക്കപ്പെടുന്ന ആ സമയത്തും മറ്റുള്ളവരെ രക്ഷിച്ചുകൊണ്ടേയിരുന്നു. यीशु मसीह क्रूस पर चढ़ाया, वेदना सजा, उसी समय भी लोगों को, पापियों को उद्धार देते रहते हैं। ഈ യേശുവിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവൻ ചെയ്തത് ബലവാനെ പിടിച്ചു കെട്ടുകയായിരുന്നു ചെയ്തത്. यीशु मसीह क्रूस पर है, तब भी बलवंत शैतान की सामर्थ्य को मसीह ने और बांध लाया। സാത്താന്റെ അടിമകളായിരിക്കുന്നതായ സ്വാതന്ത്ര്യമില്ലാത്തതായ ജനത്തെ യേശുക്രിസ്തുവിനെ വിടുവിക്കണമെങ്കിൽ അവരെ പിടിച്ചു വച്ചിരിക്കുന്നതായ ശത്രുവിനെ തകർക്കേണ്ടിയിരിക്കുന്നു. और शैतान की जो सामर्थ्य काम को दुर्बल करना चाहता है, तो यीशु मसीह ऐसे प्रकार के प्राण त्याग करना आवश्यकता है। അതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വിടുതലുണ്ട്, ആശ്വാസമുണ്ട്, നിത്യജീവനുണ്ട്. इसी कारण में यीशु मसीह में विश्वास करते हैं, भरोसा रखते हैं, ऐसी इत्यादि लोगों को प्रभु ने स्वीकार करता है, अंगीकार मिलता है। ശേഷം പ്രസംഗിക്കുന്നവരെ പല സ്ഥലങ്ങളിലും പീഡിപ്പിക്കപ്പെടുന്നു. सुसमाचार की घोषणा आजकल देते हैं, वहां पर लोग पीड़ित होते हैं। അവർ ചെയ്യുന്നത് ഇന്നതെന്ന് അവർ അറിയുന്നില്ല. उन्होंने जो काम कार्य करते हैं उनको नहीं जानकारी है। പൈശാചിക ശക്തികളുടെ സ്വാധീന വലയത്തിലായിരിക്കുന്നത് കൊണ്ട് അത്ര അവർ അങ്ങനെ ചെയ്യുന്നത്. शैतान की जाल में फंस गई है, इसी कारण में लोग ऐसा ही करता है। യേശുക്രിസ്തു കാൽവരിയിൽ ചെയ്തത് എന്താണെന്ന് നോക്കുമ്പോൾ മനുഷ്യന്റെ ആജീവനാന്ത ശത്രുവായ സാത്താന് ഒരു മാരകമായ മുറിവേൽപ്പിക്കുകയുണ്ടായി. और यीशु मसीह कालवरी क्रूस पर जिन काम की मनुष्य के विरोधी जो शैतान को इतने खाब कर दिया है, സാത്താന്റെ സകല അധികാരവും യേശു തിരിച്ചെടുത്തു. शैतान के हाथ में इतनी अधिकार हुकूमत करते थे, जो सारे काम कार्य यीशु ने वापस ली है।
പല്ലും നഖവും ഇല്ലാത്തതായ സിംഹത്തെ പോലെ അത്രേ അവൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നത്. ये शैतान के बारे में लिखा है, सिंह है, बड़ा राजा है, लेकिन उन्हें नाक नहीं, दांत नहीं, इसी प्रकार की हाल हुई है। അവൻ അധികാരമില്ല, ശക്തിയില്ല, उनकी कुछ अधिकार नहीं, सामर्थ्य नहीं, എന്നാൽ അവൻ ഇന്നും ആളുകളെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. फिर भी वो शैतान लोगों को डरवा देते हैं। മനുഷ്യ ജീവിതങ്ങളില് പലതരത്തിലുള്ളതായ ഭയം അവൻ കൊണ്ടുവരുന്നു. मनुष्य के जीवन में कई प्रकार की भय देते हैं, പലവിധമായുള്ള ടെൻഷൻ കൊണ്ടുവരുന്നു. और कई प्रकार की ऐसा रोनाहट लाते हैं, അല്ലെങ്കിൽ അപവാദങ്ങൾ പറയുന്നു. जो अपराधी की बात कहते हैं। അങ്ങനെ അവൻ മനുഷ്യരെ തെറ്റിക്കുന്നതിന് വേണ്ടിയും അവരെ എന്താണ് ഡിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. और मनुष्य यहोवा मसीह को त्याग करने के लिए शैतान ने मनुष्यों को अंगीकार करके उनका तरफ से ये दोषी काम करने देते हैं। ആളുകൾക്ക് ദുഷ്ട ആലോചനകൾ കൊടുക്കുന്നു. बहुत सारे लोगों को ऐसा दुष्ट शब्द दिया देता है। എന്നാൽ ഒരു നാൾ യേശു ക്രിസ്തു അവനെ എന്താണ് ബോട്ടംലെസ് പിറ്റ്, നരകത്തിലെ ആഴമുള്ള കുഴിയിലേക്ക് അവനെ തള്ളിയിടും. लेकिन एक दिन मसीह ने ये शैतान और उनका अधिकार, उनका सामर्थ्य, उनका झुंड को नरक की इतनी गड्ढा में, गहराई में डाला जाता है। എന്നേക്കുമായിട്ട് ആ അഗാധ ഗർത്തത്തിലേക്ക് യേശു അവനെ തള്ളിയിടും. सदा सर्वदा काल के लिए यीशु मसीह ने ये शैतान को बड़ा गड्ढा में गिरा देता है। 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു നയീൻ എന്ന പട്ടണത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, മരിച്ചുപോയ ഒരു ചെറുപ്പക്കാരന്റെ ശവപ്പെട്ടിയുമായിട്ട് വരുന്നതായ ഒരു സംഘത്തെ യേശു കണ്ടു. यीशु मसीह पृथ्वी पर था, उसी समय नईन नाम दिए हुए एक जगह में एक जवान लड़का को वहां पर मंजिल में कोप में रखते हुए लाते थे। ആ മകനെ, वो लड़का को യേശു ക്രിസ്തു ആ മരിച്ച യൗവനക്കാരനെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞ് ആ ശവമഞ്ചത്തിൽ തൊട്ടു. और ये आते हुए लाश को देखते हुए यीशु मसीह ने तरस खाया। അതെ, ആ ഫ്യൂണറൽ യാത്ര ഒരു വ്യത്യസ്തമായിട്ടുള്ള സന്തോഷമുള്ള ഒരു യാത്രയാക്കി മാറ്റി തീർത്തു. ये मृतकों को ले जाते हैं, रोते पीटते जाते थे, लेकिन आनंद खुशी मनाने की एक यात्रा संपन्न हुई है। യേശുവിനെ സംബന്ധിച്ചിടത്തോളം അത് മരിച്ച ഒരു വ്യക്തി തന്റെ അടുക്കൽ വന്നിട്ടുണ്ടെങ്കിൽ, തന്റെ സമീപത്ത് താൻ കാണുകയാണെങ്കിൽ ആ മനുഷ്യനെ ജീവിപ്പിച്ചു. यीशु मसीह की ओर कोई किसी का लाश उठाकर आते हैं, यीशु मसीह ने उनको वो देखते हुए तरस खाकर जिलाया है। ഇന്നും ഇതേ പ്രവൃത്തി അത്രേ യേശു ചെയ്തുകൊണ്ടിരിക്കുന്നത്. आज तक आज भी मसीह ने यही काम कर रहा है। നമ്മിൽ പലരും മരണത്തോട് മല്ലടിച്ച് കിടന്നതായ സന്ദർഭങ്ങളില് യേശു നമ്മുടെ അരികിൽ വന്ന് അവൻ നമ്മെ ജീവിപ്പിച്ചു. और यीशु मसीह आज भी हमारा वेदना, मृत्यु पाने वाले लोगों का सामने भी आकर उनको जिलाता है, जीवन देता है। ഒരു സ്ത്രീയെ ചില പരീക്ഷന്മാരെല്ലാം കൂടി കുറ്റവാളിയാണ്, പാപം ചെയ്തവളെന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. मसीह के समय एक औरत को और व्यभिचारिणी है, उनको लोग ने मसीह की ओर लाया है। അവർ യേശു ക്രിസ്തുവിന്റെ അടുക്കലാണ് കൊണ്ടുവന്നത്, പുതിയ നിയമത്തിന്റെ അടുക്കൽ എത്ര കൊണ്ടുവന്നത്. यीशु मसीह की पास लाया है, नया नियम के साथ लाया है। അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്നതുകൊണ്ട് അവൾക്ക് ജീവരക്ഷ കിട്ടി.
ये पत्रवाह करने के लिए आया हुआ स्त्री को मसीह का साथ लाया, इसी के लिए अनंत काल की जीवन उन्होंने पाया है। മരിച്ച് 4 ദിവസം കഴിഞ്ഞ് ലാസറിന്റെ വീട്ടിൽ യേശു പോയി. मृत्यु पाया हुआ वो लाजर के घर में भी गया। ലാസറെ പുറത്തു വരിക എന്ന് യേശു കൽപ്പിച്ചപ്പോൾ ലാസർ ജീവൻ പ്രാപിച്ച് മടങ്ങി വന്നു. ये गुफा के मुंह पर मसीह ने गया, जो लासर बाहर आओ कहा, लासर बाहर आ गया है। യേശു പറഞ്ഞത് തന്നെത്താൻ വിശേഷിപ്പിച്ചത് ഞാൻ തന്നെ റിസറക്ഷൻ, ഞാൻ തന്നെ പുനരുത്ഥാനം എന്നത്രേ. यीशु अपने आप को परिचित कर दिया, मैं जीवन और पुनरुत्थान है। നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നാം എല്ലാവർക്കും ഒരിക്കൽ ഒരു മരണമുണ്ട്. दुनिया में जन्मा है, सारे सभी को एक दिन की मृत्यु होना चाहिए। എന്നാൽ രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് നിത്യ മരണമത്രേ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യ മരണം ഇല്ല, മറിച്ച് നിത്യ ജീവനത്രേ ഉള്ളത്. और मृत्यु पाते हैं जो दूसरा जीवन पाए हुए लोगों को, फिर बाद में एक मृत्यु नहीं है। യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അതിന്റെ അർത്ഥം നമ്മുടെ പാപത്തിന് പരിഹാരം വന്നു എന്നത്രേ. यीशु मसीह जी उठा है, मृत्यु में से विजय पाया है। इसकी अर्थ यही है, यीशु हमारे लिए जिंदा है। അതുകൊണ്ട് ഈ ഗുഡ് ഫ്രൈഡേയില് ഒരു മരിച്ച് നാമാവശേഷമായി തീർന്ന ഒരു യേശുവിനെ കുറിച്ചല്ല, മറിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനായ ഒരു യേശുവിനെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. हम ध्यान दे, ये अच्छे शुक्रवार के दिन आज हम मन लगाए, हमारा उद्धारकर्ता मसीह जीते हैं, हम भी जीवन में रहेंगे। നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ അവനോടൊപ്പം യുഗായുഗം വാഴുവാൻ നമുക്ക് കഴിയും. हमारा पाप को मसीह का ओर कहे, पाप में से मुक्ति पाए, अनंत काल की जीवन प्राप्त करे। അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ വചന ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുന്നു. ये इसी काम कार्य के लिए आप सबों को ये शब्द के लिए स्वागत करते हुए मैं मेरा शब्द आज की समाप्त करता हूं।